ഹലോ ഗേസ്, അസ്സലാമലൈക്കും. ഞങ്ങളെ കമന്റിൽ കൊറേ ഇതുണ്ടല്ലേ, ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രാങ്ക് വീഡിയോ എന്നാരെ നമ്മള് പ്രാങ്ക് ചെയ്യണ്? ഷിഫ്നാനെ പ്രാങ്ക് ചെയ്യാണ്. എന്താ സംഭവം പറയ്. ഇതേ ഞങ്ങൾ ഇന്നലെ ചെറിയൊരു ഡോസ് ഒക്കെ കൊടുത്തിങ്ങനെ. ഇത് തലീന്ന് വന്നത് ചെറിയാപ്പൂന്റെ ഷെഫീഖിന്റെ ആണ്. ഇന്നിട്ടാരും ഷംന അങ്ങനെ കാട്ടി പറഞ്ഞ് വരരുത് കേട്ടോ. ഓലെന്തോ ആണെങ്കിലും ഇതില് പറഞ്ഞോളൂ, ഇതില് ഞാൻ ഉത്തരവാദിയല്ല. അപ്പൊ എന്താ സംഭവം വിചാരിച്ചാല്, ഓള് ഞങ്ങൾ കണ്ടുപിടിച്ചൊരു കണ്ടന്റ് എങ്ങനെ വിചാരിച്ചാല്, ഓക്ക് ഛർദി ക്ഷീണൊക്കെ ആയിട്ട് ഓളെന്തായാലും വീഡിയോസിലില്ല. അപ്പം ഇങ്ങനെ പറയാ, ഇതെന്തായാലും ഇല്ലല്ലോ. ഇന്നലെ ഞങ്ങളിപ്പോ മീൻ പിടിച്ചിന വീഡിയോ മീൻ ചുടലും കാര്യമൊക്കെ ആയപ്പോഴൊന്നും ഓളില്ല. അതിന്റെ മണം പറ്റൂല, ഛർദിയും കാര്യമൊക്കെയാണ്. അപ്പൊ ഓള് ഇന്നലെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഇജല്ലേലും വരൂലല്ലോ. ഇതിപ്പോ നമ്മളിങ്ങനെ ഒക്കെ കാട്ടണം. അങ്ങനെയാണ് ചെറിയ ഡോസ് ഒക്കെ ഇട്ട് കൊടുത്തിക്കണ്. അപ്പം ഇനി എന്താ നമ്മള് കാട്ട കാറ് കേറിയിട്ട് ഇങ്ങനെ കുത്തി പറങ്ങളൊക്കെ കുത്തൂലേ? ചെറുതായിട്ട് കുത്തല്ലേ? കരിയും ചിലപ്പോ കാർന്ന് പോകുന്നതേതാന്നറിയില്ല. കാരണം അത് ഇടങ്ങേറില്ല സംഭവമാണ്. കാരണം ഓളിങ്ങനെ പറയാം, എന്റെ കഴിഞ്ഞിട്ട് ഞാൻ നീച്ചുട്ടോ, അതോള് ഇജൊന്ന് കൊണ്ടടക്ക്, ഞാൻ ഉഷാറാവട്ടെ, നമുക്ക് പെരിക്ക് വന്നിട്ട് ഉഷാറാക്കണം എന്നൊക്കെ പറയണ്ടേ. നമുക്ക് ഏതായാലും നെഗറ്റീവ് നിങ്ങളിടേത്, കാരണം അത്രയും കമന്റ് ഞങ്ങൾക്ക് ഉണ്ട്. പ്രാങ്ക് വേണം ഈ ചെറിയാപ്പൂനൊക്കെ ഈറ്റങ്ങളൊക്കെ പ്രാങ്ക് അലയാക്കാനോട് പറഞ്ഞിട്ട് ഉമ്മാക്കും അറിയാം എപ്പാക്കും അറിയാം. എല്ലാരും ഒരു തിരി ഓളെ കയറ്റി വെച്ചിക്കണ് ഇന്നലെ. അപ്പൊ നമുക്ക് ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞമ്മള് ഓളെ അവിടെ എത്തിക്കണം. ഓളൊക്കെ വരും. എന്തെങ്കിലുമൊക്കെ അഭിനയിച്ചെങ്ങനെ? ചെറിയാപ്പൂ ചായ കുടിച്ചുമ്പോൾ ഉറങ്ങുമ്പോഴൊക്കെ അഭിനയിക്കാണ്. ഇത് ചെറിയാപ്പൂന്റെ പുതിയ മോഡൽ ഹെയർ സ്റ്റൈലാണ്. അന്ന് എങ്ങനെയുണ്ട് പറയണേ? ഓള് എവിടെടാ? ഓളെ കാത്തുക്കേട്ടെ ഞങ്ങള്. ഷെഫീഖ് മുണ്ടൂല ഓളോട് നല്ല പറയില്ലേ? ഇറങ്ങാറാത്ത രീതിയിൽ നല്ലോണം പറയാ. അപ്പൊ ഓള് വന്നിട്ട് കാണാം. ഓള് വന്നിക്കണ്. ഇവിടെ തൊറിയില്ലടി, അപ്പുറത്തേക്ക് വാ. ഇവിടെ തൊറിയില്ല. ലോക്കെന്താ? ഫോട്ടോ കണ്ടല്ലോ. ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കണം, ഷെഫീഖിനൊന്ന് പ്രാങ്കണം എന്നൊക്കെ. ഷെഫീഖിന് ഇത് ഞാൻ കണ്ടിട്ടില്ലേടി, ഞാൻ ഇറങ്ങിയതാണ് ഛർദി ആയിട്ട്. ഇജ്ജ് വരുന്നില്ലല്ലോ വീഡിയോക്ക്. ഞാൻ നാളെ വരുമ്പോ ഒലക്കാണ് ഓളെന്തേലും കമന്റൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, എന്നെ ഒഴിവാക്കണം, ഓളയിലില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്നിട്ട് ഇന്നലെ ലൈവ് കേറിയോ? ഷിഫ്നല്ലാതെ എന്തിനാ? ഞങ്ങൾക്കൊരു മീൻ ചൂടാൻ പറ്റേ, ഞങ്ങൾക്കൊരു പൊയ്യി പോവാൻ പറ്റേ, ഞങ്ങൾക്ക് ഒന്നിനും പറ്റാ. ഇതിപ്പോ ഞാനും ഏതായാലും ഇറങ്ങിയതല്ലേ, ഓളിട്ടൊരു മുട്ടൻ പ്രാങ്ക് കൊടുക്കണം വിചാരിച്ചു. സംഭവം പറയില്ല, അത് നല്ലൊരു പ്രാങ്കനായിരുന്നു. പിന്നെ ഓളെപ്പ നിങ്ങളെ വീഡിയോയില് കാണില്ല. ഓളൊരു പരിപാടിക്ക് ഇപ്പൊ ഇറങ്ങണേ പീക്കെ. ഞാനിവിടെ കടക്കാണ്. ഇമ്മ ഉണ്ടല്ലോ കഞ്ഞിവെള്ളം കൊണ്ടുവരിക, അങ്ങനെ ആയിട്ട് ഞങ്ങൾ ഇന്നലെ പഠിച്ച പണി ഞങ്ങള് പറഞ്ഞു. ഞാൻ നോക്ക ഇന്നലെ കാറ് ചെറിയ പൊട്ട് ഛർദിച്ച് കോറിക്ക് മീൻ പിടിച്ചാൻ പോയില്ലേ. എന്നിട്ട് ഓളെ ഞങ്ങള് അപ്പോഴും ഓളില്ല. ഷെഫീഖ് അല്ല അതിന് വേണ്ട. എന്നിട്ട് മീൻ ചൂടാൻ മസാല തേച്ച് ഗ്രില്ലുമ്മ മീൻ അടുപ്പത്ത് വെച്ചിട്ട്, എന്നിട്ട് ഓളെ വിളിച്ചിട്ട് ഓളെ കയ്യും കാലും പിടിച്ചിട്ട് ഓള് കുയിന്താട്ടുക. നാളെ എന്താ വേറെ കുയിന്താട്ടല്ലേ ഷെഫീഖ്? ഇജ് പറയും എന്താ എനിക്ക് പറയാല്ലേ? ഞാൻ 2 ദിവസമായിട്ട് 12 മണി ചെറിയപ്പോ ഞാനിപ്പോ എപ്പോഴാ അന്ത്യക്ക് കടന്നു തുടങ്ങല്? ഓളെ എഡിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീഡിയോ ഒക്കെ നോക്കി നാളെന്താ ചെയ്യാന്നൊക്കെ നോക്കി അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു 11 മണി, 12 മണിയൊക്കെ ഓലൊക്കെ കടന്നു തുടങ്ങിയ ഞാനിവിടെ എഡിറ്റ് ചെയ്യാ. പിരാന്ത് വരൂല അല്ലേ? പറയും. ചേച്ചിനൊക്കെ പിരാന്ത് തരൂലേ? ഓളെന്ന് യൂട്യൂബുമ്മ തൊട്ട ഇജ്ജ് പറയും. ഓളെന്ന് യൂട്യൂബുമ്മ തൊട്ട എന്താവണ്? ഓക്കൊന്ന് നീച്ചാതി. ഓളെ മൈൻഡ് മാറി, ഓളെ ക്ഷീണൊക്കെ ഓളത് മാറും. അതല്ല, ഈ 3 മാസം വരെ 3 മാസായി ഓളെ ഫോണുമ്മ തൊട്ടിട്ട്. ഇന്നലെ ആ വീഡിയോയില് ഇജ്ജ് ഗ്രില്ലുമ്മ ചൂടാണ്ടെങ്കില് അപ്പൊ മയ നിക്കണ്.
കോട്ട് കൊണ്ടുവരാ ചെറിയാപ്പൂന്റെ കാറുണ്ടായി ഞങ്ങൾ കാറായിട്ട് വരാൻ എന്തൊക്കെ ന്യായങ്ങളുണ്ട്. ഞങ്ങള് വീഡിയോ എടുത്തു. ലീവ് ഇട്ടാ ചോദിക്കണില്ല ആൾക്കാര്. ഇജുണ്ടെങ്കിൽ ആ വീഡിയോ കത്തിന് ജില്ലാന്റെ എല്ലാരും ഉണ്ടെങ്കിൽ വീഡിയോ കത്തുള്ളൂ അല്ലേ? എല്ലാരും ഉണ്ടെങ്കിൽ ആ വീഡിയോ എത്തുള്ളൂ. ആർക്കും കാണൂല, എല്ലാരും ഉണ്ടെങ്കിൽ എന്താ തമ്മിലൈന് ഇന്നെ കുറ്റപ്പെടുത്തണ ഇത് കൊടുക്കേണ്ടി വരുന്നത്? എന്ത് കുറ്റപ്പെടുത്തുന്നത്? ആ അപ്പൊ ഞാൻ പറയാ എന്നോട് ചെറിയാപ്പൂന്റെ ചീത്ത അറിയാ. ഇജ് എന്തിനാ മുന്നേ കറങ്ങാൻ നിക്കണം? എന്റെ താത്താക്ക് വേണമെന്നില്ല. ഷെഫീഖിനെ വിളിച്ചാല് ഷെഫീഖിന് മുർഷിദിന്റെ പെയിന്റ് ഇജ് കേക്കണം. ഇന്നലെ ഞാൻ ഇടങ്ങേറായിട്ട് പോയി. രാവിലെ 9 മണിക്ക് ഞാൻ ചായയും കടി ഉണ്ടാക്കി പെരിയേക്ക് പോയി. ചെറിയാപ്പിന്നെ അവിടെ ആക്കി തന്നു. ഷെഫീഖ് മുർഷിദിന്റെ അടുക്ക് പെയിന്റ് അടിച്ചാൽ പോയി. ഞാൻ പിന്നെ എന്തിനാ പെരിയേക്ക് പോയത്? അന്നെ വിളിച്ചു. അതിലെ അമ്മാനോട് അന്ന് ഓളെ കോറിക്ക് കൊണ്ടുപോണ്ട. അങ്ങനെയല്ല, കോറി കൊണ്ടുപോകണ ഷെഫീഖിനോട് വെച്ച് നല്ല ഏറണോ മുർഷിദിന്റെ അടുക്ക് പെയിന്റ് അടിച്ചാൽ പോയി. ഞാൻ ഈ മീനായിട്ട് ചെമ്പട്ടിയിലിട്ട് കുത്തിരിക്കുക. നമ്മള് വീഡിയോ എടുക്കാൻ ആരെങ്കിലും കാത്തുത്തിരിക്ക. പിന്നെ വല്ല മറ്റേ അല്ലാതെ ഒരു മനസ്സല്ല. ഇന്നലെ എന്നിട്ട് കോറിയൊക്കെ പോയിട്ട് മീനെ പിടിച്ച് ഞങ്ങള് നന്നാക്കി കേക്ക് മസാല ചോല്ല ഇജുമില്ല ഞാനും ഞങ്ങൾ എന്താട്ടാനാ. കുറച്ച് കഴിഞ്ഞപ്പോ ചെറിയാപ്പ് തെറ്റിപ്പോയി. നീ അല്ല യൂട്യൂബിൽ നിങ്ങൾ ആരുമില്ല അങ്ങനെ എങ്ങനെയാ എന്നിട്ട് ചെറിയാപ്പ് പോയി. നുള്ളിപ്പൊറക്ക് അങ്ങനെ പറയാ. ഫോൺ തരാൻ ആരില്ല. ഒരു അഭിലാഷം എടുത്തേക്കണ്. അഭിലാഷത്തിന്റെ ഷെഫീഖിന് വിളിച്ചോന് 100 ന്യായങ്ങള്. അന്നെ വിളിച്ച എനിക്ക് അന്ന് ഛർദി ജലദോഷം. ഞാൻ നോക്കാം, ഞാൻ സ്കൂൾക്ക് വീഡിയോക്ക് വന്നാ നിന്റെ അവസ്ഥ എന്താ ഇച്ച് നീച്ചാൻ വെച്ച. അന്നൊന്ന് തലേന്ന് ഞാൻ തലേനെ എടുത്തിട്ട് ഉറങ്ങിയിട്ട് തന്നെ അല്ല. ന്യായങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ 2-3 മാസമായിട്ട് ഞാൻ അടുപ്പിച്ച് ഞാൻ ഒന്നും നോക്കാ ഞാൻ യൂട്യൂബിന്റെ കയ്യിൽ തന്നിട്ട് ഞാൻ നിർത്തിയിട്ടില്ല വീഡിയോ. അനക്ക് ഛർദി ഒരു കാരണം എനിക്ക് ഛർദി. ഇച്ച എന്തൊക്കെ ഇന്റെ ഒച്ച നോക്കാ, ഇന്റെ ഒച്ച ഇതുവരെ വന്നിട്ടില്ല. നമ്മളെ ഇതിലെന്താ ഞാൻ നിർത്തി കഴിഞ്ഞാൽ ആ യൂട്യൂബിന്റെ റീച്ച് പോകും. പിന്നെ ആദ്യം തൊട്ട് ഉണ്ടാക്കണ്ടേ. അതാണ് അന്നെ ഞാൻ അന്നലെ വിളിച്ചപ്പോ എന്നോട് കുയിന്താട്ടി. അതാണ് വരാൻ പറ്റണില്ല. ഉഷാറാവുക. ഓനും ചീത്തറിഞ്ഞ എന്നെ അവിടെ നിന്നിട്ട് ഓളൊന്ന് കുളിച്ചണ്ടേ. അല്ലെങ്കിൽ ചോറ് തിന്നാൻ വെക്കൂല. അതല്ല ഇവിടെ പറയുന്നത്. ഇത് പറയും ഇന്നലെ ഞാൻ വീഡിയോ അവിടെ വന്നിട്ട് കറന്നോട്ടെ. ആ വീഡിയോ എടുക്കുമ്പോ ആ മീനൊന്ന് പിടിച്ച് ആ മീന് ചെറിയാപ്പോ ഞാനും ഇന്നലെ രാത്രി നല്ല വർത്താനം ഉണ്ടായി. എന്റെ ഉമ്മാക്ക് യൂട്യൂബ് വേണമെന്നില്ല, ഉപ്പാക്ക് വേണമെന്നില്ല, ഷെഫീഖിന് വേണമെന്നില്ല, താത്താക്ക് വേണമെന്നില്ല. പിന്നെ ഞാനും ജന്തിനയില് കാട്ടണ്. ഈ യൂട്യൂബ് തുറന്നാൽ ആരുള്ളൂ അങ്ങനെ ഇട്ടിട്ട്. എന്റെ ലാസ്റ്റ് വീഡിയോ എന്താ? എന്റെ ലാസ്റ്റ് നിങ്ങളെ ലാസ്റ്റ് വീഡിയോ എന്താ? ലാസ്റ്റ് നിങ്ങൾ ആ പറവേണ് ഇപ്പൊ ഒന്ന് വന്നാണ് പോയി. പിന്നെ ഞാൻ വിചാരിച്ചു പിറ്റേസ് മുതൽ നിങ്ങൾ ഉഷാറായിക്കാറ്. പിന്നെ നിങ്ങളില്ല. നല്ലൊരു കണ്ടന്റ് ആ കോറിയിൽ പോയി മീൻ പിടിച്ചാ എനിക്ക് കജുലയില് ഞാൻ പറഞ്ഞു. പക്ഷെ ഗ്രില്ല് ചെയ്യണ നേരത്തെ അത് പാർട്ട് 2 ആക്കിയാണ്. സിഫ്ന വരും, സിഫ്നാനെ കൊണ്ട് അതില് സിഫ്ന തന്നെ ഉള്ളൂ. സിഫ്ന ഉണ്ടെങ്കിൽ മിസ് ചെയ്യാനോളൂ ഉഷാറായിന്. അങ്ങനെ അന്തിക്ക് മീൻ പിടിച്ചാ വന്നിക്കണ അതൊക്കെ ഒരു കാരണല്ലേ. അല്ലേ അത് ഛർദിച്ച് എന്നിട്ട് ഞങ്ങള് ഡിക്കിയിലിട്ട് വണ്ടിയിലിട്ട് പോയത് എന്തിനാ? ഒക്കെ കാരണല്ലല്ലോ. ആണോ? എന്തോക്കാ ചെറിയാപ്പൂടെ പരിസരത്ത് നിന്നാ പുറത്താക്കാവ. എന്തിനാ നിക്കണ? ഞാൻ ഒറ്റക്കായിട്ട് നിന്നേരാണ് യൂട്യൂബില്. അല്ലാതെ വേറെ വജ്ജില്ല. അല്ലെങ്കിൽ ആ പോണ്ട നേരം കഴിഞ്ഞു. അത് വന്നിട്ട് പെരുന്നാക്ക് 5-ാം തീയതി വന്നതാണ്. അത് ഇപ്പൊ എത്രയും അതുകൊണ്ട് നിക്കാണ്. അതിന് നല്ല കണ്ടന്റിനൊന്നും ഇജില്ല. പിന്നെന്താ കാട്ടുക? അതിനൊന്നും ഇജില്ല. ഓളോട് പറഞ്ഞെന്താന്നറിയോ? കുയിന്താട്ടോ. ഞമ്മളെന്തിനാ ഇത് നോലോളി വേജുടാ. ഇതിപ്പോ ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിക്കണേ. അതിന്റെ ഒരു പാട്ട് വന്നിട്ട് കോപ്പി റൈറ്റ്. ചെറിയാപ്പൂനോട് ചോദിച്ചാൽ രാവിലെ 8 മണിക്ക് ഞാനാകുമ്പോ കളിച്ചു തുടങ്ങിയ കോപ്പി റൈറ്റ് ഡിലീറ്റ് ആക്കി. 13 മിനിറ്റിലെ വീഡിയോ ഒരു സർപ്രൈസ് വീഡിയോ ആണ്. 2ാമത് ഇട്ടു. അതിലും കോപ്പി റൈറ്റ്. തലവേദന എടുത്തിട്ട് ഞാൻ രാവിലെ അടങ്ങിയിറക്കുന്നു. ഇപ്പൊ അതില് നോക്കാം അപ്ലോഡ് ആയിട്ടില്ല. ഞാൻ ആക്കിയോണ്ട് നിക്കണുള്ളൂ. ആക്കിയാണ് പിരാന്തേ. ഒരു പാട്ട് ഒരു ഷോർട്ട്. ഞാൻ ഇപ്പൊ എങ്ങനെയാ അറിയുന്നത്? 2 ഷോർട്ട് 1 ലോങ്. അതിനനുസരിച്ചുള്ള പൈസ കേറുന്നുണ്ട്. എന്തൊരു അടങ്ങേറാത്. എന്തേലും നിങ്ങൾ ആരെയും വെച്ചൊരു പാട്ട് എന്തേലും വെച്ച് അയച്ചു തരുന്നുണ്ടോ? നോക്കുന്നുണ്ടോ? എന്റെ അടങ്ങറി ആരോടറിയാ? ചെറിയാപ്പൂനോട് പറഞ്ഞാ പറയാ എനിക്ക് പറ്റൂലെങ്കിൽ നിർത്തിക്ക. 2ാമത്തെ ഡയലോഗ് അതാ. ഞാൻ എന്റെ അടങ്ങറൊക്കെ ആരോട് അറിയാനാ? എന്നോടും അല്ലേ? തുടക്കത്തിൽ എല്ലാവരും ഭയങ്കര ചെറിയ കളി സെറ്റപ്പ്. പിന്നെ അവനാന്റെ വായിക്കണ തിരിച്ചു.
ഇത് കൊണ്ടുനടന്നാലേ ഇതിനോടൊക്കെ മെച്ചങ്ങൾ ഉണ്ടാവുള്ളൂ, അല്ലാതെ അതുകൊണ്ടൊരു മെച്ചം ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ വെറുതെ വീഡിയോ ഇടാതെ ഇങ്ങനെ ഒതുങ്ങി കുത്തിരിക്കാന്നല്ലാതെ. അല്ലെങ്കിൽ പിന്നെ 2 ചാനലാക്ക. അങ്ങനെ പറ്റുമോ? എങ്ങനെ? അല്ല, ചെറിയാപ്പൂന് എന്തായാലും 63 സബ്സ്ക്രൈബ് ഉണ്ട്. നല്ല കയറ്റം കയറുണ്ട്. ഇതെന്താ സംഭവം അറിയോ? ഇത് പ്രാങ്ക് ചെയ്യാണ്. അന്നെ പ്രാങ്ക് ചെയ്യണേ. ആയിക്കോട്ടെ സമ്മതിച്ച് പൊളിഞ്ഞിക്കണേ. നിർത്തിക്കടാ. പ്രാങ്കല്ല. പള്ളിയിൽ എന്നെ പ്രാങ്ക് ചെയ്താലും പൈസ നെറ്റ് വരുള്ളൂ. അതല്ല, ഇത് പ്രാങ്കല്ല. ഇജേ കാര്യങ്ങൾ ഞാൻ ഷെഫീങ്ങിനോട് നല്ല വർത്താനം ഉണ്ടായി. ചെറിയാപ്പുണ്ട് ലൈവിൽ കേറിയിട്ട് 2 കുതിരഴിച്ച. ഇപ്പൊ മീൻ വന്നിട്ടില്ല. യാതൊരു ബന്ധമില്ലാത്ത വർത്താനം ഇപ്പൊ അവിടെ അവിടെ. ഞാൻ ഇവിടെ മെനക്കെട്ട് 2 തമാശയല്ല. ഇച്ചിന്നല്ല നല്ല ദേഷ്യം വന്നിക്കണ്. ചെറിയാപ്പൂനോട് ഞാൻ ചൂടായി. ലൈവ് ചോദിച്ചോക്കാ. ഞാൻ നല്ല പെരിയില് ഞാൻ നിക്കാൻ വന്നതാ. ഞാൻ തെറ്റിപ്പോയി. ഓളോട് ചോദിച്ചോക്ക 9 മണിക്ക് ഞാൻ വന്നിക്കണ്. കാരണം എന്താ പറയാ, ഞാൻ എന്റെ മൈൻഡിൽ എങ്ങനെയാലും എല്ലാരും ഒന്ന് കഴിച്ചിലാക്കണം. ഞാനാണ് ഇതിന് മുന്നിക്ക് ഇറങ്ങണത്. ഇജായാലും എന്നോട് ഞാൻ ഇറങ്ങും. ഒന്നാമത് ഐഫോൺ ഇല്ല. എന്താ ഐഫോൺ ഇല്ല? ഐഫോൺ ഇല്ലെങ്കിൽ അല്ല, ഓളെ കാരണം എന്താ അറിയ, ഓള് ആദ്യമേ പറയലുണ്ട് സിഫ്നാന്റെ 2 ഫോട്ടോ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഓളെ ഞാൻ പോസ്റ്റ് ചെയ്യാനൊക്കെ. അതൊക്കെ കാരണമാണ്. ഇനി ഇച്ചിപ്പൊക്കെ പറയാല്ലേ, ഞാൻ ഇനിയും കൊണ്ട് ഒറ്റക്ക് നടക്കൂല. അല്ലെങ്കിൽ ആരെങ്കിലും എഡിറ്റിങ് പഠിച്ച, അല്ലെങ്കിൽ മുന്നിക്ക് ഇറങ്ങുക, കടത്തോ ഛർദിയൊക്കെ ഒന്ന് മാറ്റുക. ഞാൻ പറയുമ്പോ എന്താ അറിയോ, ജംഷാദും ഷിഫ്റ്റിനും ഒരു ചാനൽ തുടങ്ങട്ടെ. അല്ലെങ്കിൽ അങ്ങനെ കാരണം കമന്റില് കൊറേ ഉണ്ട്. അല്ലാതെ നമ്മളിത് വന്ന് അച്ചാറ് തൊട്ടുവിടുന്നമാര് ഇങ്ങനെ വന്നു പോയിട്ട് കാര്യമില്ല. ഇത് സംഗതി എല്ലാവർക്കും വേണ്ടി തുടങ്ങിയ ചാനലല്ലേ. നമ്മളെല്ലതും അങ്ങനെ തന്നെയല്ലേ കാട്ടണത്. അപ്പൊ നമ്മള് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ 2 ചാനൽ ആക്ക. എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഇത് തുടങ്ങിയപ്പോഴേ ഇത് ഇങ്ങനെ നടക്കുള്ളൂ എന്ന് എനിക്കൊരുവിധം അറിയാം. ഞാൻ അമ്മാനോട് എന്ത് എല്ലാരും അറിയപ്പെടുന്നത് നിങ്ങളെ 2 ആളുകളാണ് കൂടുതൽ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേറെ പോയാലും പ്രശ്നമൊന്നുമില്ല. എവിടെ പോയാലും നിങ്ങൾ അറിയപ്പെടുന്ന കാര്യമൊക്കെ ചെയ്യും. അറിയപ്പെട്ടിട്ട് അതുകൊണ്ടല്ല ഞാൻ പറയണത്. നിങ്ങൾ ആരും ഇറങ്ങണില്ല. ആരായാലും തുടക്കത്തിൽ എല്ലാരും 22K സബ്സ്ക്രൈബ് കഴിയാനായി. 22,000 ആൾക്കാര്. അത് എങ്ങനെ ഡെയിലി വീഡിയോ ഇട്ട് അതിന്റെ പിന്നാമ്പുറാണ് ശരിക്കും കാട്ടിക്കൊണ്ടത്. ഇന്നൊക്കെ നിങ്ങൾ മറ്റേ മാലിട്ട് പൂജിച്ചണ്ടേ മാണ്ടേ പറ. ഇപ്പൊ ഞാൻ 3 മാസം ഉള്ളത് ശരിക്കില്ല. 3 മാസം ചെറിയ യൂട്യൂബ് ഇറങ്ങിയിട്ട് 5 മാസമായിട്ടുള്ള. 3 മാസമല്ല, 2 മാസം. അതിൽ 1 മാസം അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ പോയിക്കളെ. 2 മാസത്തിന്റെ അടുത്ത്. പക്ഷെ ഈ 2 മാസം ഇജി എന്നോട് ചോദിച്ചേക്കണോ? അല്ല, ഈ 2 മാസമായിട്ട് ഇജി എന്നോട് ചോദിച്ചേക്കണോ ഷംന യൂട്യൂബ് ആണല്ലേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആരേലും ചെറിയാപ്പ ആയിക്കോട്ടെ ഷെഫീഖ് ആയിക്കോട്ടെ ആരേലും ചോദിച്ചേക്കണോ യൂട്യൂബ് ആണല്ലേ ഞാൻ കുഴപ്പമുണ്ട്, എഡിറ്റ് ചെയ്യാൻ ചടപ്പുണ്ട്, അല്ലെങ്കിൽ തപ്നയിൽ ഞാൻ ഉണ്ടാക്കി തരാ, അല്ലെങ്കിൽ ഷോർട്ട് ആരെങ്കിലും ചെയ്തുതരാ ചെയ്തോണ്ട് കുഴപ്പമില്ല. എന്റെ അവസ്ഥ ഒന്ന് ഇജ് ആലോചിച്ച് നോക്കാ. ഇജല്ല ഷെഫീഖ് ആയാലും ചെറിയാപ്പൂനായാലും ആർക്കും ഇന്റെ അടങ്ങേറത് ആർക്കും മനസ്സിലാവണില്ല. ഓള് മറ്റേ കല്യാണ സ്റ്റൈൽ സിഫ്ന പിരാന്ത് വരും തമാശ പറയല്ല. ഇതാരും യൂട്യൂബ് കൊണ്ട് ഷെഫീഖിനോടൊന്ന് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞു കോമാഞ്ഞാൽത്തരം കാട്ടി നടക്കുക. ഞാൻ എഡിറ്റ് ചെയ്യാൻ എന്റെ ഫോണൊക്കെ വിട്ടിട്ടുണ്ട്. എങ്ങനെ എഡിറ്റ് ചെയ്യാൻ അറിയില്ല. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ബിരിയാണി വെക്കുക, അല്ലെങ്കിൽ കുട്ടികളത് അലയാക്കാക്ക് പണിയില്ലെങ്കിൽ ഒരു വീഡിയോ ഇനി എന്റെ ഒരു ഡേ മൈ ലൈഫ് ഇട്ട് കഴിഞ്ഞാല് അപ്പൊ അതോളം ഞാൻ എന്താ കാട്ടണേ യൂട്യൂബ് നിർത്തിയേ എന്ത് കാട്ടണേ എന്ത് വേക്കിലിങ്ങനെ മാസാവസാനോ അതില് കാര്യല്ല. ചെറിയാപ്പൂനോടായാലും പറയാണ് ഈറ്റ് ആരും ഇന്നതാക്കലില്ല. ഇതിപ്പോ യൂട്യൂബിലൊന്നും ഇല്ല കാര്യം പറയാണ്. ഇതിന് കൊറേ കട്ടാക്കും മാതാക്കൊക്കെ കട്ടാക്കും. ഈ ചീറ എന്നിട്ട് ഞാൻ ചൂടായിക്കണ്. ഞാൻ എന്റെ മീൻ പൊരിച്ചപ്പോ ഇജ്ജ് വിളിച്ചില്ലേ, അതില് ഞാൻ ചൂടായപ്പോ പിന്നെ ഞാൻ എന്നോട് വർത്താനം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അമ്മാനോട് നല്ല വർത്താനം വന്നിക്കണ്. ഇറങ്ങാണെങ്കിൽ എല്ലാരും ഒരേമാതിരി, കാരണം എല്ലാവർക്കും ഒരേപോലെയല്ലേ കിട്ടുന്നത്. അപ്പൊ അതിനനുസരിച്ച് എല്ലാരും ഇറങ്ങുക. നിങ്ങൾക്ക് വേറെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ തുടങ്ങിക്കോ. പക്ഷെ എന്റെ പേരിലല്ലേ എല്ലാവരും അറിയപ്പെടുന്നത്. ഷന്ന വേറെ ഇട്ടളാ അങ്ങനെയല്ല. ചെറിയാപ്പൂന് ഏതായാലും 63 സബ്സ്ക്രൈബ് ഉണ്ട്. അപ്പൊ ഇനി ഇതിത്തെ ഷോർട്ട് ആയി കിട്ടാലോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. കാരണം ഷോർട്ട് ആള് മാത്രം അപ്പൊ 2 ചാനൽ ഒരേ ഇതിൽ പോയിക്കോളും. കിട്ടുന്നില്ല ഓരോ ചാനലിലും നല്ലത്. എല്ലാരും ഒപ്പം കിട്ടാത്തോണ്ട് വേറെ ഒരു എല്ലാരും പറയാതല്ലേ നല്ലത്. വേറെ ആക്കണല്ലോ. അല്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു ദിവസം ലോങ് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാം, ഒരാൾ ഷോർട്ട് എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ദിവസം 2 ആളൊന്ന്. അതിന് പറ്റുമോ? എങ്ങനെ
ഒരു ദിവസം ലോങ് ഷോർട്ട് ഒരാൾ കൈകാര്യം ചെയ്യുക, ഒരാൾക്ക് ഒരു ദിവസം റെസ്റ്റ് ആണ്. ഇത് തലക്ക് പിരാന്തല്ലേ? ഇത് 3 മാസമായിട്ട് 90 ദിവസമായിട്ട് ഇതിന്റെ തലങ്ങളൊന്നും ആലോചിക്കണം. പെരിയിൽ ചോറ് കൂട്ടാനുണ്ടാക്കണം, അടിച്ചോണം, ആ ടൈമിൽ അപ്ലോഡ് ചെയ്യണം. പെരിയിലൊന്നും റേഞ്ച് ഇല്ല. ഈ ഫോണൊക്കെ ഹാങ്ങായിട്ട് ചൂടായിട്ട് എന്തേലും നിങ്ങളൊക്കെ അറിയണ്ടോ? ഇത് നേരാകുമ്പോ ഇതൊക്കെ വീഡിയോ കയറിഞ്ഞ് ഇജായാലും ചെറിയപ്പോ ഞാൻ എല്ലാരും പറയണം. ഉമ്മാനോട് ഞാൻ ഇന്നലെ ചൂടായി, ഷഫീഖിനോട് ഞാൻ ചൂടായി, ചെറിയപ്പോ ഞാനും ഇന്നലെ നല്ല കച്ചറുണ്ടായിക്കണ്. തമാശ അറിയല്ല. ഇതിപ്പോ ഞങ്ങളിങ്ങനെ വന്നപ്പോ കണ്ണോട് ഇങ്ങനെ പറയുന്നുള്ള അല്ല ഒന്നുമില്ല. നിങ്ങളെ അഭിപ്രായം പറയും. ക്യാമറമാൻ ആരുമില്ല. ഞങ്ങൾ അഭിലാഷം ചെയ്യണം വിചാരിച്ചു ഷോട്ട്. ഇന്നലെ ഞങ്ങള് മയ്യത്ത് പെരിയേക്ക് വന്നു. ആ കഴിഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. ഷഫീഖിന് ഒഴിവില്ല, റിദുവിനാണെങ്കിൽ ആ പറ്റൂല, ആ പാലത്തിന്റെ മേലെ കയറി നിക്കണം. അപ്പൊ ഞമ്മളിത് എന്തിനാ ഈ ഇടണ്, ഞങ്ങൾ എന്തിനാ ഇറങ്ങിയത്? അവിടെ മയ്യത്തൊക്കെ എത്ര വട്ടം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഷോട്ട് ഇന്നിപ്പോ മുന്നേ വിളിച്ചിട്ടാണ് ഉച്ചയുണ്ട് വേടിച്ചെടുക്കാൻ പോവാണ്. ഷോട്ടില്ല, ക്യാമറമാല്ല ഞങ്ങൾക്ക്. അപ്പൊ അല്ലെങ്കിൽ അതൊക്കെ കണ്ടറിഞ്ഞ് ഷഫീഖ് ആയാലും ഷഫീഖിനും ഒഴിവില്ല, പിന്നെന്താ കാട്ടുക? ക്യാമറയില് ആ പോവാൻ വന്നിട്ടില്ല സംഭവമാണ്. ഓലൊക്കെ ഒന്ന് കണ്ടറിയണ്ടേ? അല്ലെങ്കിൽ ഇജൊന്നും ഉസാറായത് ഞാൻ എങ്ങോട്ടും പോണില്ലേ, ജന അനക്കനുള്ള പോകാന്. ഇതിപ്പേ ഞാൻ അടുത്ത ഓക്ക് ഉണ്ടാവുമ്പോ നോക്കട്ടോള അവസ്ഥ എന്താണ്. ഉണ്ടാവണീനല്ല, നീച്ച് നിക്കണം. കാരണം നമ്മളിതൊരു ടാർഗറ്റ് എന്ന് പറഞ്ഞ് നമ്മളിത് ഇറങ്ങിയതല്ലേ. യൂട്യൂബ് ചാനൽ എങ്ങനെയാലും കൊണ്ടുപോകണമെന്ന് നമ്മളെ മൈൻഡിലില്ലേ? ഇല്ലേ? അത് എനക്ക് പറ്റാത്ത അവസ്ഥയിൽ ഇൻഷാല്ലാ ഞാൻ കൊണ്ടുപോകും. പൊന്നാറ് സിഫ്ന 90 ദിവസം പറ്റാതാവേ എന്താത്? ഇതിന് അവസാനൊന്നും ഇല്ലേ? ഇനിയൊക്കെ 5-6 മാസേ ഇനിയും കൊണ്ടാവൂല. ഞാൻ ഒരു തീരുമാനം എടുക്കാൻ വന്നാണ്. അല്ലടി ഇത് ചടക്കാണ്, തമാശ പറയല്ല, ഒരു കണ്ടന്റ് വേണം. തെറ്റിപ്പോയി അല്ല ഞാൻ ഇത് ചില നേരത്ത് നോക്ക എല്ലാരോടും ഈട് തമാശ അറിയല്ല. ഒരു ഷോട്ട് എനിക്കെന്നെ അറിയില്ല. ആ ഷോട്ടിന് എന്നോട് പാട്ട് തരി തെരഞ്ഞതാണ് ആദ്യം സിഫ്ന. ഒരു ലോങ് വീഡിയോ ഒക്കെ ഒരു തപ്നയിൽ ഉണ്ടാക്കും ഒക്കെ ഞാനാണ്. ഇടങ്ങേറല്ലേ? ആണോ അല്ലേ പറയാ? ഇത് കൊറേ കാലം വീഡിയോ എഡിറ്റ് ചെയ്തോണ്ട് എനിക്കറിയില്ലേ? ഇടങ്ങേറാണോ അല്ലേ? ഇടങ്ങേറാണ്. ലോങ് എഡിറ്റ് ചെയ്യാൻ നല്ല ക്യാപ് കട്ടൊക്കെ അതിലാറ് ഇടങ്ങേറല്ല, എനിക്കറിയില്ലേ? ആണോ അല്ലേ? ഷഫീഖിന് കയ്യിൽ ഞാൻ കൊടുത്തു ഓനറിയില്ല. ചെറിയാപ്പൂനോട് പറഞ്ഞാൽ അത് ഭാവി ജന്മനാ കിട്ടണാണോല്ലോ. ഞാൻ ജനിച്ചപ്പോ ക്യാപ് കട്ട് കജ്ജിലെടുത്താ കൊണ്ടുവന്നീന്. ഇന്റെ ഇടങ്ങേറിയ ആരോടാ പറയാ? ഞാൻ ഉദ്ദേശിച്ചത് കലയാണ്. കല എല്ലാവർക്കും കിട്ടൂലല്ലോ. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇന്റെ ഭാഗത്ത് നിക്കണം. അല്ലെങ്കിൽ ഒരാള് ഇനി എന്താണെന്നറിയോ, എല്ലാരും ഒരേമാതിരി. ഒരാള് തപ്നയിൽ ഉണ്ടാക്കുക, ഒരാള് വീഡിയോ എഡിറ്റ് ചെയ്യുക, ഒരാളെ കയ്യില് ഷോട്ട്. ഷഫീഖിന്റെ കയ്യില് ഞാൻ സ്റ്റുഡിയോന്റെ ഇത് കൊടുക്കുന്നുണ്ട്, ക്യാപ് കട്ടും കയറ്റി കൊടുക്കുന്നുണ്ട്. ഷോട്ട് ഒരാള് പഠിച്ച. കാരണം ഇതിപ്പോ ഇൻസ്റ്റാഗ്രാം ഒക്കെ സിഫ്ന, ഇതിപ്പോ 2 ദിവസം കൊണ്ടാണ് ഇൻസ്റ്റാഗ്രാം പൊന്തിയത്. ഇതൊക്കെ ഞാനാണ്. ഇതിപ്പോ ഞാൻ ചെറിയാപ്പൂനോട് ഇന്നലെ ഞാൻ കച്ചറൂടി ഇതൊക്കെ കച്ചറും കൂടി നല്ല വർത്താനം ഉണ്ടായിക്കണേ. എന്താ പിന്നെ കാട്ടണേ? നീ കൊണ്ട് ഒറ്റക്കാവൂലേ? ഇപ്പൊ തന്നെ ഇവിടെ നിർത്തിക്കള. ഇന്നേറ്റ് ആശുപത്രി കൊണ്ടുപോകാൻ വന്നല്ലേ നിങ്ങള്? ഞാൻ അങ്ങോട്ട് വിചാരിച്ചു പോകുന്ന ഇമാതിരി വർത്താനത്തിനാണ് ഞങ്ങളിപ്പം വരില്ലേ. ഇതിപ്പോ ചൂടാവാനല്ല സിറ്റുവേഷൻ മനസ്സിലാക്കണില്ല. ചൈനയാണ് സങ്കടം. നിങ്ങൾ ഈ 3 ആളിങ്ങനെ ബാള പറയല്ലാതെ എന്റെ ഭാഗത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് ഇതാണെങ്കിൽ എന്നിട്ട് പോകും യൂട്യൂബ്. ചെറിയാപ്പുണ്ടാവോ? ചെറിയാപ്പ് ഇല്ലാതായിട്ട് ചെറിയാപ്പ് ഇപ്പൊ അവിടെ പോയിട്ട് 1 മാസമായി. അന്നും ഞാൻ തന്നെ യൂട്യൂബ് കൊണ്ടുവന്നത്. നിങ്ങൾ അവിടെ ഇതൊന്നും ആലോചിച്ചിട്ടുണ്ട്. എന്റെ സ്ഥാനം എന്റത്. ഞാൻ എങ്ങനെയാണ് ഈ യൂട്യൂബ് ഈ 2-3 മാസമായിട്ട് കൊണ്ടിറക്കണത്? മാത്രം 3 ആളും ഒന്ന് ആലോചിച്ച് കൊണ്ടിരിക്കണ 2-3 മാസം എന്ന് പറയലേ 1.5 മാസത്തോളായിട്ടുണ്ട്. 1.5 മാസം 2 മാസത്തോളം അല്ലേ കൊണ്ട് നടക്കണ. അതിന്റെ അതാപം എന്താ? എന്തേലും ഒരു കണ്ടന്റ് ഉണ്ടോ? അപ്പൊ തന്നെ ഇങ്ങനെ കച്ചറായി. അപ്പൊ ഇനി കുറച്ചുകൂടി പിരാന്ത് വരുമല്ലേ? പിരാന്ത് വരുമ്പോ ഇപ്പൊ നമ്മള് ലോങ് എന്ന് പറഞ്ഞാല് നമുക്ക് അധികം കട്ടിങ്ങും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. മറ്റേത് പറഞ്ഞാൽ നല്ല കട്ടിങ്ങും കാര്യങ്ങളും. അപ്ലോഡോ ഷോർട്ടോ? ആ ഷോർട്ടിന് ഇപ്പൊ അത്യാവശ്യം ഇതുണ്ട്. എന്തുണ്ട്? ലോങ്ങിലേറെ റിസ്ക് ഉണ്ട് ഷോർട്ടിന്. അത് ഡെയിലി പോകുന്നുണ്ടോ? ഇത് ചോറൊന്നുമ്പോ ഷോർട്ട് പോകും. യൂട്യൂബില് ഇട്ടാലല്ലേ പോകുള്ളൂ. എന്തായാലും തീരുമാനം എടുക്കാല്ല. അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വർത്താനം കച്ചറ പോയിട്ടും കാര്യമില്ല. പോകുമ്പോ തീരുമാനം എടുക്കുക. അതിന് ഓള് പറഞ്ഞിട്ട് നെഗറ്റീവ് മൈൻഡിൽ എടുക്കണേ. ഞാൻ എന്റെ അവസ്ഥയാണ് പറയണത്. ഓള് ഞാനും നമ്മളെ പെരക്കാരും എല്ലാരും എന്താ ഉണ്ടായപ്പോ എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ ചെറിയ പൂജ മെയിൻ ആയി തുടങ്ങിയപ്പോ എനിക്ക് ഞങ്ങൾ എങ്ങനെയും ഇതിന് തട്ടണം. നിങ്ങൾക്ക് 2 തുടങ്ങണം. അതിൽ നിങ്ങൾ മെയിൻ എന്താ ചെറിയപ്പോ പറയാല്ലേ? അതാണ് ഞാൻ ഓളോട് പറയുന്നത്. ഓളെന്താ ഞാൻ പറയുന്ന മൈൻഡിൽ എല്ലാരും ഇറങ്ങണം എന്നുള്ളതാണ്. അല്ലാതെ
ഒരാള് കേറിക്ക, ഒരാൾ ഇറങ്ങുക, ഒരാൾ അവിടെ ഛർദിച്ച് കറക്കുക, ഒരാൾക്ക് പെയിന്റ് അടി. ഇത് നമ്മള് ഞാനും ഓള് മാത്രം വീഡിയോ ഇടുമ്പോൾ മറ്റോലെ എവിടെ ചോദിക്കാണ്, ഇപ്പൊ നിങ്ങള് മാത്രം ഉള്ളോ ചോദിക്കാണ്. അപ്പൊ എന്താ കാട്ടുക? ഇതെന്താ പറയാ, ഞങ്ങളെന്നെ ഇട്ടെന്നാല് ഞങ്ങള് ടാർഗറ്റ് ചെയ്യുക, ആൾക്കാർ നിങ്ങളെ അറിയാതാവും. പിന്നെ വന്ന് നിങ്ങൾ ചോദിച്ചത് ഞങ്ങൾ എന്തുകൊണ്ട് ആൾക്കാർ അറിയണില്ല എന്ന് ക്വസ്റ്റ്യൻ വരാൻ പാടില്ല. അറിയാലോ, അതുകൊണ്ടാണ് എന്താ അറിയൂ ഷെഫീഖ് എന്നാലും എന്തെങ്കിലും ലൈവില് ക്വസ്റ്റ്യൻ ഇടയ്ക്ക് വന്ന് മുഖം കാണിക്കണ്ടേ? മുഖം കാണിച്ചാലല്ലേ വരുന്നുണ്ടല്ലോ. ആണ്ടിലൊരിക്കലും മാവേലിയായിട്ട് വന്നിട്ടോ നമ്മള് വിളിച്ചുമ്പോഴേനൊന്ന് മുഖം കാണിച്ചു പോയിക്കൂടെ? എന്നോട് അതിൽ പറയാലോ എനിക്ക് ഇങ്ങനെയാണ്, ഇവിടെ ഇടയ്ക്ക് വരാൻ പറ്റാത്തതാണ്. ഇത് ഞങ്ങളോട് പറയും പോലെ വിശ്വസിക്കൂല, ഇജ് പറയും പോലെ വിശ്വസിക്കൂലേ? അതല്ല നോക്കേണ്ടത്. നമ്മള് പറഞ്ഞ പോലെ വിചാരിച്ചു പാളി ജംഷാദും ഇല്ലല്ലോ, രണ്ടാളും ഇല്ലല്ലോ. അപ്പൊ പൊന്നാര സിപ്ന തെറ്റി പോവാന്നല്ല എന്നോട് പറയണത്. അപ്പൊ ഞങ്ങളെല്ലാരും കൂടി ഇന്നങ്ങനെ പറയുമ്പോ സബീഖിന് പറയണം. സബീഖ് ഇറങ്ങിയിട്ട് ഓനും വല്ലാതെ നിന്നിട്ടില്ലല്ലോ. പക്ഷെ ഓന് വന്നിട്ട് ഞങ്ങളപ്പോ അത്രയും വീഡിയോ ഒക്കെ ആയാലും എല്ലാത്തിനായാലും നിന്ന് തന്നെണ്ട്. ഞങ്ങള് കോറിക്ക് മീൻ പിടിച്ചാൻ പോയി, ഓന്റെ പൈസ കാണാൻ മീന്, ഓൻ എന്ത് നിന്നില്ലാന്ന്. മീൻ നിങ്ങൾ തിന്നും ചെയ്തില്ല, ഇച്ച് കിട്ടിയില്ലല്ലോ. വരാൻ പറഞ്ഞില്ലേ? വരാൻ പറഞ്ഞോ? അതൊന്നൊരു കാരണല്ല. മീൻ കിട്ടിയില്ലല്ലോ, മുള്ളു കിട്ടിയില്ലല്ലോ, മീൻ നന്നാക്കിയില്ലല്ലോ, വേറെ എന്തെങ്കിലും കാരണം പറയും. മീൻ ഇഞ്ഞുണ്ട് അവിടെ പോയി പൊരിച്ചോ? ആള് പോയി ഉണ്ടാക്കിട്ടോ. അതിന് കിട്ടില്ലേ പിന്നെ അത് തീരുമാനമായിക്കളല്ല, വേറെ വർത്താനം. അല്ല ചെറിയ അപ്പോൾ അരമണിക്കൂറായില്ല അവിടെ മുണ്ടാക്കണ്. മുണ്ടാന്നിട്ടത്തെ കാര്യം, മുണ്ടാക്കലാണ് ഇതിന് പരിഹാരം. ഞാൻ പറഞ്ഞ മാതിരിയാണ് തീരുമാനം എടുത്തതാണ്. അതിന് മുണ്ടാ നിക്കല് മുണ്ടാക്കലൊന്നൊരു കാരണല്ല. ഷെഫീഖും ഇപ്പയും ഷെഫീഖും ഇമ്മി രണ്ടിലും വരട്ടെ. ജംഷാദും ഒരു മെയിൻ ആയിട്ട് ചാനൽ തുടങ്ങാ. ഞമ്മളെ ചാനലില് പേര് ഷംനാസും ആക്കാം, എന്റെ ചാനലില് പേര് ഷിഫ്നാസും ആക്കിക്കോ. ഞങ്ങൾക്ക് പേരിടാൻ നിക്കണ്ട, ഞങ്ങൾക്ക് എന്താ പേര് നോക്ക വെച്ചാ നല്ല പേര് പറഞ്ഞാ അതിന് നോക്ക ചെറിയ. അപ്പൊ കുയിന്ത് യൂട്യൂബിന്റെ പേരാണ് നടക്കാൻ. തുടക്കത്തിൽ തന്നെ ഇത് ഉണ്ടായോണ്ടേ നമുക്കത് അങ്ങനെയാണ് ഇതാക്കാം. കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോ നമുക്ക് ബുദ്ധിമുട്ടേ കാരണം അത്യാവശ്യം വ്യൂസും കാര്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പോയി. അപ്പൊ നിങ്ങൾക്ക് മാറണം, നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ അപ്പൊ ഞങ്ങളെ ചാനലിന്റെ പേര് ക്രേസി ഫാമിലി മാറ്റിയിട്ട് ഷംന ഫാമിലി. അല്ലെങ്കിൽ എനിക്ക് ഈ യൂട്യൂബ് വേണോ? ഞങ്ങള് പുതിയത് തുടങ്ങിക്കോളാ. ചാനൽ വേണമെങ്കിൽ എടുത്തോ, കാരണം ഞങ്ങളിപ്പോ ഫേമസ് അല്ലേ. അപ്പൊ ഞങ്ങള് പെട്ടെന്ന് റീച്ച് ആവും. ഇജിപ്പൊ ഇങ്ങനെ വരാതെ റൂമിൽ കുത്തുന്ന തന്നെ ആരും അറിയൂല. 22K ചാനൽ വേണമെങ്കിൽ എടുത്തോ അല്ലേ? അറിയാപ്പോ അപ്പൊ നിങ്ങൾ തരുമൊന്നും വേണ്ട. ഇപ്പൊ എനിക്ക് എടുക്കാൻ ഇറങ്ങി എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാനും ഞാൻ എനിക്കറിയാം. എന്ത് കറക്കി കടന്നുണ്ടോ? അപ്പൊ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ അറിയണ്ട. നിങ്ങൾ വേണമെങ്കിൽ എന്തെങ്കിലും കാട്ടിക്കോളാം. അവ നമ്മളെന്താട്ടാ അങ്ങനെ കാട്ടുക. ഏതായാലും ഇപ്പൊ ജംഷാനോടും പറയാ ഇങ്ങനെയൊക്കെ സംഗതി. അപ്പൊ എല്ലാരും പാടെ എന്തായാലും കിട്ടാത്തോണ്ട് വീഡിയോ മുന്നോട്ട് പോകില്ല. എല്ലാവർക്കും അവനാന്റെ ഒരു ഇതാണ്. അപ്പൊ പിന്നെ അങ്ങനെ തന്നെ വീഡിയോ ഇട്ടാൽ മതി എന്നുള്ള രീതിയിൽ പറയാം. അല്ല വേറെ ഇപ്പൊ അതിനൊരു ഓപ്ഷൻ ഇല്ല. എന്തായാലും എന്റെ വീഡിയോയില് ഷെഫീഖ് വരൂലേ? ഷെഫീഖ് ഉണ്ടാകും, ഞാൻ രണ്ടിലുണ്ട്. അത് നിങ്ങളെ ഇഷ്ടം. പക്ഷെ ഞാൻ പറയുമ്പോ ഇത് ഈ രണ്ട് ചാനൽ തന്നെ നല്ലത്. മറ്റെന്താ പറയുക, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഈ തുടക്കത്തിൽ തന്നെ പ്രശ്നം വന്നത് നന്നായി, അല്ലെങ്കിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ കാട്ടാ. സമ്മതല്ലേ? എനിക്ക് സമ്മതം ചോദിച്ചാൽ ഇപ്പൊ എന്തിനാ സമ്മതം ചോദിച്ചാൽ ഞാനുള്ള വരെ പോലും ഇല്ലായിട്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇടങ്ങേറല്ലേ ഒറ്റടിക്ക് ഇതാക്കുമ്പോ? അത് നമ്മളടങ്ങാറ് പോലും മനസ്സിലാക്കണ്ടേ. നിങ്ങൾ എന്താ വെച്ചാ കാട്ടിക്കോളി, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ അങ്ങനെ കാട്ടാ. ഇനി ഞങ്ങള് 2 ചാനലിലക്കാരം കാണുക. അപ്പൊ തന്നെ ലാസ്റ്റ് ഇടക്കൊക്കെ ഇങ്ങനെ കൂടാ അല്ലേ? വേണ്ട, അതിന്റെ ആവശ്യമല്ല. ഇടക്കും കൂടണ്ട, ഒറ്റക്കും കൂടണ്ട, ഒറ്റക്കൊന്നും കൂടണ്ട. അപ്പൊ ഇത് തെറ്റാണ്, അല്ലാതെ കാര്യം മനസ്സിലാക്കണില്ലല്ലോ. കാരണം നമ്മള് രണ്ടാളാണ് ഈ ചാനൽ തുടങ്ങിയത്. ഇപ്പോഴാണ് നിങ്ങൾ രണ്ടാളും ആയത്. വേറൊരു മനുഷ്യ ഇതിക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോഴാണ് ഞാൻ ഇറങ്ങി കൊടുത്തത്, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങുന്നു. ഞാൻ ഇത് ഒറ്റക്കാവുമ്പോ ഓടൂല സിപ്ന. ആയിക്കോട്ടെ, അങ്ങനെ എന്തൊക്കെ ആയാലും നിങ്ങൾക്ക് വേറെ തുടങ്ങണം, നിങ്ങൾക്ക് വേറെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല പറഞ്ഞില്ലേ. ആണ് ഇപ്പൊ തന്നെ ഇതന്നെ നിങ്ങളെ ചാനലിൽ ഇട്ടോളൂ.
നിങ്ങൾ ഏത് തുടങ്ങുന്ന ചാനല് ഇതാണെങ്കിൽ ഇത് കിട്ടോ? ഞങ്ങള് പുതിയ ചാനൽ തുടങ്ങാൻ പറഞ്ഞിടല്ലേ അല്ലേ? എന്തേലും കാട്ടിക്കോ. ഇത് വേണമെങ്കിൽ അണ്ടി കുട്ടോ ഇൻട്രോഷൻ ആക്കിയിട്ട്. ഇന്ത്യക്ക് ഇതൊന്നും വേണ്ട. ഇന്ത്യക്ക് ഞാൻ ചെലപ്പെങ്കിൽ ആൾക്ക് എന്റെ ഇഷ്ടം തുടങ്ങണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. തുടങ്ങണം കേട്ടോ ഇജ്. ഇജ്ജ് നോക്കണ്ട, നിർത്തുക. അല്ലേ അനക്കയില് എന്തേലും പറയാനുണ്ടോ? ഓളും പറയണ കാര്യമാണ് ജിപ്ന. ഓളല്ല ഇടങ്ങേറാണ്, അതുകൊണ്ട് പറയണേ. ഇജൊക്കെ ഞോളപ്പേ നിക്കുള്ളൂ എനിക്കറിയില്ല. അതൊന്നല്ല, നമുക്ക് കഴിച്ചിട്ടാവണ്ട. മുന്നില് നിക്കണ പോലപ്പോ ആൾക്കാരുണ്ടാകുള്ളൂ. അങ്ങനത്തെ അങ്ങനെയൊന്നല്ല ഇജ്ജ് അങ്ങനെ ചിന്തിക്കും. ഇതിന്റെ എഡിറ്റിങ് കണ്ടല്ലേ? ഞാൻ നല്ല വിക്സ് തേച്ചിട്ടാണ് ഇത് എഡിറ്റ് ചെയ്തത്. തലവേദന എടുത്തിട്ട് ഓനച്ച് വിക്സ് ഉണ്ടെന്നു. ഞാനും കൊറേ എഡിറ്റും കാര്യൊക്കെ ചെയ്താണ്. ഈ പണ്ടത്തെ മാതിരിയല്ലേ ഇപ്പൊ ആൾക്കാർ കൂടിയില്ലേ? അന്നത്തെ വ്ളോഗ് എന്താ? ചെലപ്പോ ഇതിലേറെ കൂടും. അപ്പൊ നിങ്ങള് നിലത്തൊന്നല്ലേക്കാരല്ലോ. അപ്പൊ ഞങ്ങള് പാറും. അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഏതായാലും നിങ്ങളെല്ലാരും ഒപ്പം നിക്കേ ഒപ്പം കാട്ടി എന്തേലും ചെയ്തു. ഞാൻ എന്റെ ലെവൽക്ക് പോയിക്കൊണ്ട് അങ്ങനെ ലെവലിക്ക് പോണല്ലേ. ഇപ്പൊ എല്ലാവർക്കും ഒരേ മാതിരിയല്ല. കാണോലെ വർത്താനം നോക്കിയാ ഇപ്പൊ കുറച്ച് പറയല്ലേ അത് അത്യാവശ്യം. ഞാൻ ഇതിനു മുന്നേ എന്നോട് പറയാൻ വന്നിക്കണോ? ഫോണിലും വിളിച്ചിട്ട് ഞാൻ എന്തേലും പറഞ്ഞിക്കണോ? ഇപ്പൊ പറഞ്ഞില്ലേ പോരെ? എത്ര മാസം കഴിഞ്ഞിട്ടാ പറഞ്ഞ? എന്താ ആലോചിച്ചാത്തെ? ആകെ തുടങ്ങിയിട്ട് 4-5 മാസമായിട്ട് തുടങ്ങി. ഞാൻ ഫസ്റ്റിൽ അവിടെ ലൈവ് ഇട്ട പോലെ വിളിച്ചു. അപ്പൊ പറഞ്ഞു ക്ഷീണാണ്. അപ്പൊ ഓക്കെ, പിറ്റേ ദിവസവും വിളിച്ചു. ക്ഷീണാണ്, പെരയിൽ വന്ന് കുത്തർന്നാ പോരെ. നിങ്ങളും തന്നെ കുറച്ചൊക്കെ എന്താ കണ്ടറിയണം. എനിക്ക് തീരെ വെച്ച എനിക്ക് ഛർദിയും കാര്യം ഇതൊക്കെയാണ്. ആയിക്കോട്ടെ, പെരയിൽ വന്ന് കുത്തർന്നാ പോരെ, വെറുതെ കസേരയിൽ ഇരുന്നാ പോരെ. നമ്മള് റോഡ് പറഞ്ഞാല് ഭയങ്കര കുണ്ടും കുയിലുള്ള റോഡാണ്. നടക്കട പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ നടന്നിട്ടല്ലേ പറ്റത്? കുറച്ചൊക്കെ ആയിക്കോട്ടെ, നടക്കാനല്ല. അത് ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോകണ്ടല്ലോ ക്ഷീണാവുമ്പോളേ. ഹോസ്പിറ്റലിലേക്ക് വണ്ടിമ പോണില്ലേ? അപ്പൊ എനിക്ക് ക്ഷീണല്ലേ? അപ്പോഴും വണ്ടിമേലെ ചാനൽ 2 ആക്കണല്ലേ ഉള്ളൂ. 2-3 ഒക്കെ ആക്കാം. ചാനൽ 2 ആക്കണമെന്നല്ലേ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങണില്ല. ഇപ്പൊ ആക്കൂലെന്നോല് അതാണ് പറയുന്നത്. എന്നാലും ഓലാക്കും. ഞാൻ ആക്റ്റീവ് അല്ല. കാരണം ഓളെ മാതിരി വർത്താനം പറയാനോ ഇതൊന്നും എനിക്ക് കഴിച്ചൂല. അതൊക്കെ അജ്ജലല്ലേ. അന്യം കുറച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കും. അങ്ങനെ തന്നെ ഇജ്ജ് മുണ്ടൂല. ഓനെ ഞങ്ങൾ ഒഴിവാക്കൂല. ഓനെ എല്ലാവർക്കും പറ്റിക്കണ കുറച്ച് ദിവസം ഉണ്ടാവും പറ്റൊരു ഇതൊക്കെ. ഏതായാലും നിങ്ങൾ ചാനൽ 2 ആക്കി 3 ആക്കി 4 ആക്കി എന്തേലും കാട്ടിക്കോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ആട്ടല്ലേ? അല്ല ഇപ്പൊ എന്താ ഓൽക്കിപ്പോ പറയണത് നമ്മക്ക് അതാണ് ഉദ്ദേശം എന്നാണെന്ന്. പിന്നെ അതിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളങ്ങനെ പറഞ്ഞില്ലേ, പിന്നെന്താ ഇത്ര ഉദ്ദേശമല്ല. നമ്മൾ നിങ്ങൾ ഇറങ്ങണില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നിങ്ങൾ ഇറങ്ങണില്ല. അപ്പൊ നിങ്ങള് ഇനിയിപ്പോ ഇതില് ഇറങ്ങുന്ന ഞാൻ വിചാരിച്ചത്. അപ്പൊ നിങ്ങള് അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ചാനൽ ഉണ്ടായിക്കോളി എന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പൊ ഇനി വർത്താനല്ല, ചാനൽ ഉണ്ടാക്കുക തന്നെ ഞാനും പറയുന്നത്. ഇനിയിപ്പോ അയിമഞ്ഞ ഒരു വർത്താനം വേണ്ട, ഫാമിലി കച്ചറ കൂടി വേണ്ട. ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ആവുമ്പോഴേ ആണ് റെഡി. ഇപ്പൊ എല്ലാ യൂട്യൂബിലും കച്ചറയാണ് ഇപ്പൊ വൈറല്. കാണതാണ്. ആദ്യം മുന്നേക്ക് ഇറങ്ങിയോല് പിന്നെ മുന്നേക്ക് ഇറങ്ങണില്ല. എന്നൊക്കെ കുഞ്ഞാട്ടാണ്. രണ്ടാളിങ്ങനെ പോവുക, ഓലിങ്ങനെ വീഡിയോ എടുക്കുക, എല്ലാത്തിനും ഓലിങ്ങനെ പൈസ കൊടുക്കുക, എല്ലാം ഓല് കണ്ടന്റ് ഉണ്ടാക്കുക. അങ്ങനെ ആകുമ്പോ പിന്നെ അങ്ങനെ തന്നെയല്ലേ. ഇതൊന്നും ഒരു കാരണല്ല. കൂടുതൽ വർത്താനൊന്നും പറയണ്ട. നിങ്ങളെന്താ നിങ്ങൾക്ക് ചാനൽ 2 ആക്കണം പറഞ്ഞു. നിങ്ങൾ 2 ആക്കിക്കോ. ഇനി വർത്താനം വെച്ച് നിർത്തിക്കല്. അപ്പൊ ഗായ്സ്, ഞങ്ങളിത് ലാസ്റ്റത്തെ യൂട്യൂബ് ചാനലാണ്. ഇനി ഞങ്ങള് ഷംനാസ് ചാനൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനല്, ഷിഫ്നാസ് ചാനൽ പറഞ്ഞിട്ട് വേറൊരു ചാനൽ വരുന്നതാണ്. ഷിഫ്നൊക്കെ അവിടുത്തെ കാക്കാക്ക് പൈസ ഒക്കെ കൊടുക്കണം. കാറ് നിർത്തിയതല്ല പൈസ. കൊറേ പൈസ ഒക്കെ ഉണ്ടല്ലേ? അപ്പൊ എനിക്ക് പെട്ടെന്ന് യൂട്യൂബ് നിങ്ങൾ ഒഴിവാക്കിയില്ലേ? അല്ലാതെയും ആണല്ലോ ജീവിച്ച. ഞങ്ങള് ഓളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓള് കുയിന്താട്ടൂല. അതാണ് ഓളെ സൗന്ദര്യത്തിന്റെ രഹസ്യം അല്ലേ? അല്ലേ? ആയിക്കോട്ടെ. അല്ല ചെറിയ അപ്പോ എന്താണ്? അല്ല ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? ഞാൻ പറഞ്ഞില്ല എനിക്ക്. ഞാൻ ഇന്നലെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? അതെന്നെ പറഞ്ഞില്ലേ, കഴിഞ്ഞില്ലേ 2 ആക്കി പിന്നെന്താ വേണ്ടിയത്? പക്ഷെ എന്റെ മോന്ത് തെളിയണില്ലല്ലോ. തെളിയില്ല. നിന്റെ മോന്ത് അങ്ങനെ തന്നെ കാലാകാലോ അയച്ചു നോക്കണ്ട. എനിക്കിപ്പോ 2 ആക്കണം പറഞ്ഞ ഇതിന്ന് വേഗം ചെയ്ത 2 ആക്കിക്കോ. ഇത് കേക്കല്ലല്ലോ പെട്ടെന്ന് ആക്കാൻ. ഈ ലോഗിനൊക്കെ ചെയ്യണ്ടേ? അപ്പൊ 22K ഞങ്ങൾ എടുക്കാണ്. അപ്പൊ ഞങ്ങൾ എടുക്കാണ് 22K അല്ലെ ചെറിയ? അപ്പൊ ഇന്ന് കേക്ക് കുടിച്ചല്ലേ? കാരണം 22K നമ്മള് കേക്ക് കുടിച്ചിട്ടില്ല. ഇജ്ജ് വരുമോ കേക്ക് തിന്നാന്? കേക്കൊക്കെ തിന്ന ഇന്നത്താ
നിങ്ങൾ കേക്ക് മുറിച്ച് പായസം വെക്കുക ബിരിയാണി ഒക്കെ എന്തേലും ചെയ്തോളൂ ഞാൻ പോവുകയാണ് ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ കാട്ടാൻ വന്നാണ് ഏതായാലും നിങ്ങൾ ഈ 20 കേക്ക് നമ്മള് കേക്ക് കുടിച്ചെന്ന് പറഞ്ഞല്ലേ അത് പോള് വരണ്ടില്ല അതിനല്ല എന്റെ അപ്പൊ ഞാനും ഇവനും വരാൻ നിക്കേനെ പോകല്ലേ ഞാൻ എന്റെ പെങ്ങളുടെ അടുത്തൊക്കെ സാധനം കൊടുക്കാൻ വന്നാണ്. അപ്പൊ ഷെഫീക്ക് എന്നോട് പറഞ്ഞു ഓള അങ്ങോട്ടൊന്ന് ആയിക്കളാന്ന്. അപ്പൊ ഞാൻ എന്നാ പിന്നെ ആക്കാച്ചിട്ട് വന്ന ഇജ്ജ് പോവല്ലേ അന്റെ ഒക്കെ ഒരു പ്രാങ്ക് ചെയ്തൂടെ പ്രാങ്കോ എന്ത് ചിക്കോട്ടെ എന്റെ പ്രാങ്ക് ഞാൻ പറഞ്ഞല്ലോ ഇതിന് സീരിയസ് ആവും ഇന്നെ പ്രാങ്ക് ചെയ്യണ്ടാന്ന് ശരി പ്രാങ്കാണത് എന്തേ ഒരാള് ഡയലോഗ് അറിഞ്ഞീനി അല്ലേ ഒരാള് ഡയലോഗ് അറിഞ്ഞീനി ഇന്നെ ഇങ്ങളോ പ്രാങ്ക് ആക്കിയ നടക്കൂല അത് അറിഞ്ഞീനി എന്തേ പ്രാങ്ക് ആയില്ലേ എന്റെ മാപ്പനാണ് ഫസ്റ്റ് എന്നെ പറ്റിച്ചോ പറ്റിച്ചാല് അലയാക്കൊക്കെ ഇതറി അലയാക്കറി ഇമ്മ അറി ഇപ്പ അറി തലവൻ ഇത് രണ്ടാണ് തലവൻ അങ്ങനെ ചെറിയാപ്പൊക്കെ കടന്നു എന്താ അറിയോ ചെറിയാപ്പ് വരെ എന്നെ ചീത്ത അറിയലോ തുടങ്ങി അപ്പൊ ഞാൻ വിചാരിച്ചേ ഇത് സീരിയസ് ആണെന്ന് ഓള് പിന്നെ പറഞ്ഞാ മൈൻഡ് വെക്കൂല ഞാൻ ചെറിയാപ്പൂടെ പറഞ്ഞപ്പോ ഞാൻ അത് കുറച്ച് സീരിയസ് ആയി എടുത്തിട്ടു സംഭവം യൂട്യൂബ് ചാനലൊക്കെ രണ്ടാക്കി വിശ്വസിച്ചീനി രണ്ടാക്കാൻ തരൂലല്ലോ ഇനി രണ്ടാക്കുകയാണെങ്കിൽ തന്നെ അത് ഫുള്ള് കംപ്ലീറ്റ് കളഞ്ഞിട്ട് വേറെ ആക്കേണ്ടി വരും. ഞങ്ങള് പിന്നെ എന്നെ കൂടുതൽ ഇറങ്ങാറാക്കണ്ട വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് അതിന്റെ ഒപ്പം ഏറ്റോ അവിടുന്ന് ഇവിടെ എത്തിയത് അറിഞ്ഞില്ല മറ്റേ ഛർദിയും കാര്യമൊക്കെ വരേണ്ടതാണ്. എന്നാ പോകുമ്പോ ഒരു വെള്ളം കുടിച്ചിട്ട് എല്ലാവർക്കും സന്തോഷത്തോടെ പോകാം. അപ്പൊ ഇതാക്കിയ ശ്വാസാണ് ഇതുവരെ ഏറ്റില്ലേ വിചാരിച്ചിട്ടില്ലല്ലോ ഓള് കാറ് കയറിയപ്പോ പറഞ്ഞു ഷെഫീഖിനിട്ട് പ്രാങ്ക് ആർക്കാ ഷെഫീഖ കിട്ടിയത് ഞാനും വരെ വിചാരിച്ചാണ് അപ്പൊ ഓന് പ്രാങ്ക് കൊടുക്കണം എന്നൊക്കെ ഞങ്ങളോളെ പ്രാങ്കിനായിട്ട് വന്നതാണ്. അപ്പൊ ഞങ്ങളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയില് കാണാം. അസ്സലാമു അലൈക്കും. ഓളെന്നെ പറയും സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ഇന്റെ ചാനലാണ് ഞങ്ങൾ രണ്ടാളും തുടങ്ങിയ ചാനലാണ് ഇവരൊക്കെ ഇപ്പൊ വന്നിട്ടുള്ളൂ ശരി തന്നെ പറയുള്ളൂ ഞാൻ നിങ്ങളൊക്കെ ഇപ്പൊ വന്നിട്ടുള്ളൂ എന്താ പറയും അങ്ങനെ വിട്ട് കൊടുക്കൂല. അസ്സലാമു അലൈക്കും.